അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിങ് അഥവാ FCAW എന്ന് പറയും. നമ്മുടെ മിഗ് വെൽഡിങ്ങിന്റെ വേറൊരു വകഭേദം തന്നെയാണ്. മിഗ് വെൽഡിങ്ങിൽ പെട്ട അതേ വെൽഡിങ്, അത് GMAW പെട്ട തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് മാത്രം. നമ്മളതിന്റെ പേര് ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിംഗ് എന്നാ പറയാ, FCAW. അപ്പൊ നമുക്കത് എന്താ നോക്കാം. ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിംഗ് ഇതൊരു ആർക്ക് വെൽഡിംഗ് പ്രോസസ് തന്നെയാണ്. ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചിത്രത്തിൽ നമ്മളെ മിഗ് വെൽഡിങ്ങിന്റെ ടോർച്ച് തന്നെയാണ്. അതൊന്നും വ്യത്യാസമല്ല. മിഗ് വെൽഡിങ്ങിന്റെ അതേമാതിരത്തെ ടോർച്ച് ഇവിടെ നിങ്ങൾക്ക് ഗ്യാസ് നോസിൽ കാണാൻ പറ്റും. ഗ്യാസ് നോസിലുണ്ട്. ഇവിടെ എന്താ പറയാ, ഷീൽഡിങ് ഗ്യാസ് വരുന്നുണ്ട്, ഇലക്ട്രോഡ് വരുന്നുണ്ട്. ബാക്കിയൊക്കെ മിഗ് വെൽഡിങ്ങിന്റെ അതേമാതിരി തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. വെൽഡ് പൂളും മോൾട്ടൺ പൂള്, വെൽഡ് പൂള്, ആർക്ക്, ഷീൽഡിങ് ഗ്യാസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്, നോസിൽ കാണുന്നുണ്ട്. പിന്നെന്താ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിങ്ങിൽ ഇവിടെ നോക്കുക, ഈ ഇലക്ട്രോഡ് നമ്മളെ മിഗ് വെൽഡിങ്ങിൽ ഇലക്ട്രോഡ് നേരെ ഈ ഇവിടെ കാണുന്ന ഇതേമാതിരി ഇലക്ട്രോഡ് ഇവിടെ വരെ വരുന്നുണ്ടാവും. പക്ഷെ ആ ഇലക്ട്രോഡ് ഉരുകിയിട്ട് നേരെ ഇവിടെ വീഴും, വേറെ ഒന്നും അവിടെ ഇല്ല. പക്ഷെ ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ ഫ്ലക്സ് കോർ എന്ന് പറഞ്ഞാൽ ഉള്ളില് ഈ ഇലക്ട്രോഡ് വയറിന്റെ ഉള്ളില് ഫ്ലക്സ് ഉണ്ടാവും. അതാണ് ഇവിടെ ഉള്ള വ്യത്യാസം. നമ്മുടെ മിഗ് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന വയർ സ്പൂളിലെ ഇലക്ട്രോഡിന്റെ ഉള്ളിൽ ഫ്ലക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിംഗ് എന്നാ പറയാം. ഫ്ലക്സ് എങ്ങനെ നിറയ്ക്കുക? അപ്പൊ ആ നമ്മളെ മിഗ് വെൽഡിങ്ങിൽ ഉള്ള ഇലക്ട്രോഡ് സോളിഡ് ഇലക്ട്രോഡ്, അതിന്റെ ഉള്ളിൽ പൊള്ളയല്ല. പക്ഷെ നാളെ നമ്മൾ ഇലക്ട്രോഡ് പഠിച്ചപ്പം ട്യൂബുലാർ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോഡിന്റെ പേര് പഠിച്ചപ്പോൾ അവസാനം T2 എന്നൊക്കെ സ്പെസിഫിക്കേഷനിൽ കണ്ടിട്ടുണ്ട്. അപ്പം ആ T എന്ന് പറയുമ്പോൾ ട്യൂബുലാർ ഇലക്ട്രോഡാണ്. വയർ ഇലക്ട്രോഡ് വയർ സ്പൂൾ തന്നെയാണ്, പക്ഷെ ആ വയർ സ്പൂളിന്റെ ആ വയറിന്റെ ഉള്ളിൽ പൊള്ളയായിരിക്കും. ആ പൊള്ളയായിട്ടുള്ള ഭാഗത്ത് ഫ്ലക്സ് നിറച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഫ്ലക്സ് നിറച്ചിട്ടുണ്ടാവും. അപ്പൊ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രോഡ് ഉരുകും, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ഉരുകി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്ലക്സ് എന്താ ചെയ്യാം? ഫ്ലക്സ് നേരെ ആ വെൽഡിന്റെ മുകളിൽ നമ്മളെ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൽ എങ്ങനെയാണോ ഫ്ലക്സ് സ്ലാഗ് ആയി മാറുന്നത്, അതേ രീതിയിൽ ഈ ഇലക്ട്രോഡിന്റെ ഉള്ളിലുള്ള ഫ്ലക്സ് സ്ലാഗ് ആയിട്ട് വെൽഡിന്റെ മുകളിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വെൽഡിലേക്ക് പുറത്തുനിന്നൊന്നും അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷൻസ് ഒന്നും വരില്ല, ഗ്യാസ് എൻട്രാപ്മെന്റ് ഉണ്ടാവില്ല. അങ്ങനെ ഡിഫക്റ്റുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഇലക്ട്രോഡിന്റെ ഉള്ളിൽ ഫ്ലക്സ് നിറച്ചത് കൊണ്ടാണ് ഇതിന് നമ്മൾ ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ബാക്കിയെല്ലാം മിഗ് വെൽഡിങ്ങിന്റെ എക്യുപ്മെന്റ് തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. മിഗ് വെൽഡിങ്ങിന്റെ അതേ എക്യുപ്മെന്റ്, വെൽഡിംഗ് ടോർച്ച് ഒക്കെ സെയിം, പക്ഷെ ഇലക്ട്രോഡ് വ്യത്യാസമുണ്ട്. ഇലക്ട്രോഡിന്റെ ഉള്ളിൽ ഫ്ലക്സ് ഉണ്ടാവും. പിന്നെ ഒരു കാര്യത്തിലും കൂടി വ്യത്യാസമുണ്ട്. അതിന്റെ ഫീഡ് റോളറാണ്. നമ്മൾ വയർ ഫീഡ് ചെയ്യണ്ടേ, വയറിനെ വെൽഡിംഗ് ടോർച്ചിലേക്ക് ഡ്രൈവ് ചെയ്യണ്ടേ. ഒരു മോട്ടോർ വെച്ചിട്ട് വയർ ഫീഡ് യൂണിറ്റ് ഉണ്ടല്ലോ, ആ വയർ ഫീഡ് യൂണിറ്റിന്റെ 2 ഗിയർ ഇങ്ങനെ കറങ്ങും, പല്ല് ഇങ്ങനെ കറങ്ങുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ അല്ലത് പുറത്തേക്ക് വരുന്നത്. അവിടെ ഒരു വ്യത്യാസം ഉണ്ടാവും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബാക്കി എല്ലാം കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആണ്, ബാക്കി ഒന്നും വ്യത്യാസമല്ല. മിഗ് വെൽഡിങ്ങിന്റെ അതുപോലെ തന്നെ ഇവിടെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ സോളിഡിഫൈഡ് സ്ലാഗ്, ഇവിടെ സ്ലാഗ് കാണാനുണ്ട്. പക്ഷെ നമ്മളെ സാധാരണ മിഗ് വെൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ലാഗ് ഉണ്ടാവില്ല. അത് നേരെ വെൽഡ്, അതിന്റെ മുകളിൽ ഷീൽഡിംഗ് ഗ്യാസ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇവിടെ ഒരു സ്ലാഗ് കൂടെ തട്ടിക്കളയാനുണ്ടാവും. അതുകൊണ്ട് വെൽഡ് ഒന്നും കൂടെ ക്വാളിറ്റി കൂടും. ഈ ഫ്ലക്സ് ഉണ്ടാവുക പൗഡർ രൂപത്തിലാണ് കേട്ടോ. ഫ്ലക്സ് അതിന്റെ ഉള്ളിൽ പൗഡർ ആയിട്ടാണ് ഉണ്ടാവുക. ഈ FCAW അഥവാ ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിംഗ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സെൽഫ് ഷീൽഡഡ് ടൈപ്പും, രണ്ടാമത്തത് ഗ്യാസ് ഷീൽഡഡ് ടൈപ്പ്. ഒന്ന് സെൽഫ് ഷീൽഡഡ് ടൈപ്പ്, രണ്ടാമത്തത് ഗ്യാസ് ഷീൽഡഡ് ടൈപ്പ്. അപ്പൊ എന്തായിരിക്കും സെൽഫ് ഷീൽഡഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ? നമ്മൾ കണ്ടു, ഈ ഇലക്ട്രോഡിന്റെ ഉള്ളിൽ അഥവാ ഈ വയർ ഇലക്ട്രോഡിന്റെ ഉള്ളിൽ ഫ്ലക്സ് പൗഡർ രൂപത്തിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പൗഡർ രൂപത്തിൽ ഫില്ല് ചെയ്ത ഫ്ലക്സ് വെൽഡിന്റെ മുകളിൽ സ്ലാഗ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ വെൽഡിന് പിന്നെ വേറൊരു പ്രൊട്ടക്ഷന്റെ ആവശ്യം, അതായത് പൊടിപടലങ്ങളും ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പ്രൊട്ടക്ഷന്റെ ആവശ്യം ശരിക്കും അവിടെ ഇല്ല. ആ ഫ്ലക്സ് തന്നെ അവിടെ സ്ലാഗ് ആയിട്ട് നമ്മുടെ സാധാരണ ആർക്ക് വെൽഡിങ്ങിൽ നിൽക്കുന്ന മാതിരി വെൽഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഫ്ലക്സ് വയറിന്റെ ഉള്ളിലുള്ള ഫ്ലക്സ് സ്ലാഗ് ആയി നിന്നുകൊണ്ട് നൽകുന്ന പ്രൊട്ടക്ഷൻ ലൈനെയാണ് സെൽഫ് ഷീൽഡഡ് ടൈപ്പ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഗ്യാസ് കൊടുക്കുന്നില്ല. നമ്മളിവിടെ മിഗ് വെൽഡിങ്ങിൽ ഗ്യാസ് കൊടുക്കുന്നുണ്ട്, ഷീൽഡിംഗ് ഗ്യാസ് കൊടുക്കുന്നില്ലേ, ഷീൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സെൽഫ് ഷീൽഡഡ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഗ്യാസ്
കൊടുക്കില്ല. ഷീൽഡിങ്ങിന് വേണ്ടിയിട്ട് ഗ്യാസ് കൊടുക്കില്ല. അപ്പൊ അവിടെ സെൽഫ് ഷീൽഡഡ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെയും റെഗുലേറ്ററിന്റെയും ഫ്ലോ മീറ്ററിന്റെ ഒന്നും ആവശ്യമില്ല, ഹീറ്റർ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ആവശ്യമില്ല. അവിടെ നേരിട്ട് മിഗ് വെൽഡിങ്ങിന്റെ നമ്മളെ പവർ സോഴ്സും വയർ ഫീഡ് യൂണിറ്റും വെൽഡിംഗ് ടോർച്ചും ഉണ്ടെങ്കിൽ നേരിട്ട് വെൽഡ് ചെയ്യാൻ പറ്റും. ഇനി ഗ്യാസ് ഷീൽഡഡ് ടൈപ്പ് ആണ് രണ്ടാമത്തെ ടൈപ്പ്. ഗ്യാസ് ഷീൽഡഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, ഇത് നേരത്തെ അതേ രീതി തന്നെ. സെൽഫ് ഷീൽഡഡ് ടൈപ്പിൽ ഗ്യാസ് കൊടുക്കുന്നില്ല. അപ്പൊ അതിന്റെ കൂടെ ഒരു ഗ്യാസിന്റെ ഷീൽഡിങ്ങും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഗ്യാസ് ഷീൽഡഡ് ടൈപ്പ്. അതായത് വയർ ഇലക്ട്രോഡ് ആണ്, വയർ ഇലക്ട്രോഡിന്റെ ഉള്ളിൽ ഫ്ലക്സ് ഉണ്ട്, ആ ഫ്ലക്സ് വന്ന് സ്ലാഗ് ആയിട്ട് വെൽഡിന്റെ മുകളിൽ അടിയുന്നുണ്ട്, അങ്ങനെ ഒരു ഷീൽഡിംഗ് ഉണ്ട്. അതിന്റെ പുറമെ നമ്മൾ ഗ്യാസ് കൂടെ കൊടുത്തിട്ട് CO2 ഹീലിയോ കാർബൺ ഡൈ CO2 അല്ലെങ്കിൽ ഹീലിയം അല്ലെങ്കിൽ ആർഗൺ ഏതെങ്കിലും ഒരു ഗ്യാസ് കൊടുത്തിട്ട് ഒരു ഗ്യാസിന്റെ ഷീൽഡിങ്ങും കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് ഗ്യാസ് ഷീൽഡഡ് ടൈപ്പ്. അപ്പൊ അത് മനസ്സിലായല്ലോ, രണ്ടെണ്ണം. ഒന്ന് സെൽഫ് ഷീൽഡഡ് ടൈപ്പ്, അവിടെ നമുക്ക് ഷീൽഡിംഗ് ഗ്യാസ് ഉപയോഗിക്കുന്നില്ല. ഗ്യാസ് ഷീൽഡഡ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഷീൽഡിംഗ് ഗ്യാസ് ഉപയോഗിക്കും. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഗ്യാസ് ഷീൽഡഡ് ടൈപ്പ് ഹൊറിസോണ്ടൽ പൊസിഷനിലും ഓവർഹെഡ് പൊസിഷനിലും ആണ്. അല്ല സോറി, കാണാവുന്നൂടെ മിനിമൈസ് ചെയ്തുതരാം. കാർബൺ സ്റ്റീൽ, ലോ അലോയ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഇത്രയും സാധനങ്ങൾ ഫ്ലാറ്റ്, ഹൊറിസോണ്ടൽ, ഓവർഹെഡ് ഈ പൊസിഷനിൽ ചെയ്യുമ്പോൾ നമ്മൾ ഗ്യാസിന്റെ ഷീൽഡിങ് കൂടി കൊടുക്കും. കാരണം മറ്റേ ഷീൽഡിങ് മാത്രം മതിയാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഗ്യാസിന്റെ ഒരു ഷീൽഡിങ്ങും കൂടെ കൊടുക്കും. ഏതൊക്കെ പൊസിഷനിലാണ്? ഫ്ലാറ്റ് പൊസിഷനിലും ഹൊറിസോണ്ടൽ പൊസിഷനിലും ഓവർഹെഡ് പൊസിഷനിലും, വെർട്ടിക്കൽ അല്ല. ഓക്കെ, അപ്പൊ ഈ കാര്യം ടൈപ്പ് മനസ്സിലായി. ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിങ്ങിന്റെ രണ്ട് ടൈപ്പ്, ഒന്ന് സെൽഫ് ഷീൽഡഡ് ടൈപ്പ്, രണ്ട് ഗ്യാസ് ഷീൽഡഡ് ടൈപ്പ്. ഇനി അതിന്റെ എക്യുപ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. എക്യുപ്മെന്റിന്റെ ഡിഫറൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ്? രണ്ട് ഡിഫറൻസ് ആണുള്ളത്. ഒന്ന് ഫ്ലക്സ് ഉണ്ടാവും, വെൽഡിംഗ് ടോർച്ചിലേക്ക് വരുന്ന ഇലക്ട്രോഡിന്റെ ഉള്ളിൽ ഫ്ലക്സ് ഉള്ള ഒരു ടോർച്ചാണ്, ഫ്ലക്സ് ഉള്ള ഇലക്ട്രോഡാണ് വരുന്നത്. അപ്പൊ ആ ടോർച്ചിൽ അതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. പിന്നെ ഫീഡ് റോളർ. ഫീഡ് റോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വയർ ഫീഡ്, ഇത് കണ്ടോ, നിങ്ങൾ മിഗ് വെൽഡിങ്ങിന്റെ വയർ നമ്മളെ വയർ ഫീഡ് യൂണിറ്റിൽ വെച്ചാൽ ഇങ്ങനത്തെ രണ്ട് പല്ലിന്റെ ഇടയിൽ കൂടെയാണ് ഇത് വരുന്നത്. സാധാരണ മിഗ് വെൽഡിങ്ങിൽ ഇങ്ങനത്തെ പല്ലല്ല ഉണ്ടാവുക, സാധാ ഫ്ലാറ്റ് ആയിരിക്കും. ഇങ്ങനെ ഗിയർ ഉണ്ടാവില്ല, നേൾഡ് എന്ന് പറയും, നേളിംഗ് അതിനെ പറയട്ടോ. ഈ ഗിയർ മാതിരി പല്ലുമാരിയുള്ള അതുണ്ടാവില്ല. അതിന്റെ ഉള്ളിൽ ഇടയിൽ അമർന്നിട്ട് ഇങ്ങനെ വരിക ചെയ്യാം. പക്ഷെ ഇവിടെ ട്യൂബുള്ള ഇലക്ട്രോഡാണ്, ട്യൂബുലാർ ആണ്, ട്യൂബുലാർ ഉള്ളിൽ ഫ്ലക്സ് ആണ്, അപ്പം ഉള്ളു പൊള്ളയാണ് ശരിക്കും. അങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളതിന്റെ ഉള്ളിൽ കൂടെ വരുമ്പോൾ ആ ഇലക്ട്രോഡ് എന്താ സംഭവിക്കാം, ആ ഇലക്ട്രോഡ് ഉള്ളു പൊള്ളയായതുകൊണ്ട് അത് അമർന്നു പോയിട്ട് അവിടെ പൊട്ടാനും അമർന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. അത് അമർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ടോർച്ചിലൂടെ കറക്റ്റ് ആയിട്ട് പുറത്തേക്ക് വരാത്തൊരവസ്ഥ ഉണ്ടാവും. അങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ അവിടെ ഫീഡ് റോളർ ഇങ്ങനത്തെ റോളറാണ് ഉപയോഗിക്കുക, നേൾഡ് ടൈപ്പ് റോളർ എന്ന് പറയും. ഓക്കെ, നേൾഡ്, ഇങ്ങനത്തെ ഈ കട്ടിങ് ഉള്ളതിനെ നേളിംഗ് എന്ന് പറയും. അപ്പോൾ ഒരു വ്യത്യാസം, വെൽഡിംഗ് ടോർച്ചിൽ ആ ഒരു ഇലക്ട്രോഡ് വരാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവണം. പിന്നെ ഫീഡ് റോളർ, ഈ ടൈപ്പുള്ള ഫീഡ് റോളർ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്, നേൾഡ് ടൈപ്പ് ഫീഡ് റോളർ. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് മിഗ് വെൽഡിങ്ങിലും FCAW ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിങ്ങും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി ഇതിൽ മിഗ് വെൽഡിങ്ങിലുള്ള പോലെ തന്നെ മെറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്. മെറ്റൽ ട്രാൻസ്ഫർ രണ്ട് ടൈപ്പിലാണ് നമ്മൾ ഇതിൽ മെറ്റൽ ട്രാൻസ്ഫർ. ഡ്രോപ്ലെറ്റ് ട്രാൻസ്ഫർ പറയും, ഡ്രോപ്ലെറ്റ് ട്രാൻസ്ഫർ ആണ്. ഡ്രോപ്ലെറ്റ് ട്രാൻസ്ഫർ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് ലാർജ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്ഫറും ഒന്ന് സ്മാൾ ഡ്രോപ്ലെറ്റ് ട്രാൻസ്ഫർ. ഇവിടെ കാണാം, മെറ്റൽ ട്രാൻസ്ഫർ രണ്ടെണ്ണമാണ് വരുന്നത്. ഒന്ന് ലാർജ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്ഫർ, രണ്ടാമത്തത് സ്മാൾ ഡ്രോപ്ലെറ്റ് ട്രാൻസ്ഫർ. ലാർജ് ഡ്രോപ്ലെറ്റ് പറഞ്ഞാൽ വലിയ വലിയ തുള്ളികളായിട്ട് മെറ്റൽ ട്രാൻസ്ഫർ ചെയ്യും. സ്മാൾ ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ തുള്ളികളായിട്ട് മെറ്റൽ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ലാർജ് ഡ്രോപ്ലെറ്റ് എപ്പോഴാണ് ഉണ്ടാവുക? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മെറ്റൽ ട്രാൻസ്ഫർ പഠിച്ചപ്പം സ്പ്രേ ട്രാൻസ്ഫർ അല്ലേ. അപ്പൊ വോൾട്ടേജ്, കറണ്ടും വോൾട്ടേജും കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡ്രോപ്ലെറ്റിന്റെ വലിപ്പം കുറയും, സ്പ്രേ ആയിട്ട് പോകും, സ്മോൾ ഡ്രോപ്ലെറ്റ് ആവും. കറണ്ടും വോൾട്ടേജും കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ സ്മാൾ ഡ്രോപ്ലെറ്റ് ട്രാൻസ്ഫർ നടക്കും. കറണ്ടും വോൾട്ടേജും കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുക ലാർജ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്ഫർ ആണ്. ഒന്നുകൂടെ പറയാം, കറണ്ടും വോൾട്ടേജും കൂട്ടി കഴിഞ്ഞാൽ അവിടെ ഹൈ വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ സ്മാൾ ഡ്രോപ്ലെറ്റ് ട്രാൻസ്ഫർ, സ്പ്രേ രൂപത്തിലേക്ക് മാറും. കറണ്ടും വോൾട്ടേജും കുറച്ച് കഴിഞ്ഞാൽ അവിടെ ലാർജ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്ഫർ ആണ് നടക്കുക. ഇങ്ങനെയാണ് നമ്മളെ FCAW മെറ്റൽ ട്രാൻസ്ഫർ നടക്കുന്നത്. ഇതാണ് ചിത്രം കാണിച്ചു തരാം. ഇതിപ്പം FCAW ടോർച്ചാണ്.
FCAWന്റെ ടോർച്ച്, വെൽഡിംഗ് ടോർച്ച്. അവിടുന്ന് ഇലക്ട്രോഡ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തുള്ളികളായിട്ടാണ് പോരുന്നത്. മോൾട്ടൺ ഗ്ലോബ്യൂൾ ഇങ്ങനെ തുള്ളികളായിട്ടാണ് പോരുന്നത്. അപ്പം വോൾട്ടേജും കറണ്ടും കുറവാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി വലിയ തുള്ളികളായിട്ടാണ് പോരുക. വോൾട്ടേജും കറണ്ടും കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ തുള്ളികളുടെ വലിപ്പം കുറയും. ഒരു സ്പ്രേ ആവില്ല, പക്ഷേ തുള്ളിന്റെ എണ്ണം കുറഞ്ഞിട്ട് സ്മാൾ ഡ്രോപ്ലെറ്റ് ആവും. തുള്ളി നല്ല ചെറിയ തുള്ളികളായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെയാണ് FCAWയിലുള്ള മെറ്റൽ ട്രാൻസ്ഫർ വരുന്നത്. ഇനി അതിൽ വരുന്നൊരു നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ വെൽഡിങ്ങിൽ ഡെപ്പോസിഷൻ റേറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. ഡെപ്പോസിഷൻ റേറ്റ്, അതായത് ഡെപ്പോസിഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മിനിറ്റ് വിചാരിക്കാം, ഒരു മിനിറ്റിന്റെ ഉള്ളിൽ എത്ര മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്തു അത് നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് പറയാം? മെറ്റൽ ഡെപ്പോസിറ്റഡ് ബൈ ടൈം, അതിനെയാണ് നമ്മൾ ഡെപ്പോസിഷൻ റേറ്റ് എന്ന് പറയാം. മെറ്റൽ ഡെപ്പോസിറ്റഡ് പെർ യൂണിറ്റ് ടൈം, ഒരു നിശ്ചിത സമയത്തിന്റെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്ത മെറ്റലിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയാം? ഡെപ്പോസിഷൻ റേറ്റ്. മെറ്റൽ ഡെപ്പോസിറ്റഡ് പെർ യൂണിറ്റ് ടൈം, അതിനാണ് ഡെപ്പോസിഷൻ റേറ്റ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ഒരു ടേമാണ് ഡെപ്പോസിഷൻ എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എഫിഷ്യൻസിന്റെ മലയാളത്തിൽ പറയുന്നത് കാര്യക്ഷമത, അല്ലെ? കാര്യക്ഷമത എന്ന് പറയും. Deposition efficiency is defined as the ratio of weight of weld metal effectively deposited to the weight of wire consumed. അപ്പൊ എങ്ങനെയാണ് അത് മനസ്സിലാക്കുക? നമ്മൾ 1 കിലോ വയറിന് തൂക്കം ഉണ്ടാവുമല്ലോ, നമ്മൾ കൊടുക്കുന്ന വയറിന്റെ വയർ സ്പൂൾ, ആ വയറിന്റെ ചുറ്റിന്റെ അളവ് 1 കിലോ ആണ് വിചാരിച്ചു. ആ 1 കിലോ വയർ പൂർണ്ണമായിട്ടും വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്തു? ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിയററ്റിക്കലി പറയുമ്പോൾ എത്ര വേണം? 1 കിലോ വയർ ഉപയോഗിച്ചിട്ട് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോ മെറ്റൽ അവിടെ ഈ വയർ അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യണം. പക്ഷെ അത് പ്രാക്ടിക്കലി അത്ര കിട്ടില്ല. കുറെ മെറ്റൽ നഷ്ടപ്പെട്ടു പോകും. എങ്ങനെയൊക്കെയാണ് പോവുക? കുറെ ഇപ്പം സ്പാറ്റർ ആയിട്ട് പോകും, സ്പാറ്ററൊക്കെ ആയിട്ട് പോകുന്നില്ലേ? കുറെ തെറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് കുറെ വേസ്റ്റ് ആയി പോകും. പിന്നെ ഇങ്ങനത്തെ ലോസുകൾ ഉണ്ടാവും, എന്തായാലും കുറെ ലോസുകൾ ഉണ്ടാവും മെഷീൻ ആവുമ്പോൾ. അപ്പോൾ ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് മെറ്റൽ ഡെപ്പോസിറ്റഡ് by weight of wire consumed. Weight of metal deposited by weight of wire consumed. അത് രണ്ടും തമ്മിലുള്ള ആ റേഷ്യോ, അതിനെയാണ് നമ്മൾ അതിന്റെ ഡെപ്പോസിഷൻ എഫിഷ്യൻസി എന്ന് പറയാം. അപ്പൊ ഇവിടെ നോക്കുക, മിഗ് വെൽഡിങ്ങിൽ എഫിഷ്യൻസി വരുന്നത് 93 മുതൽ 97% വരെയാണ്. മിഗ് വെൽഡിങ്ങിൽ ഡെപ്പോസിഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് 93 മുതൽ 97% വരെയാണ്. ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിംഗ് ആണെന്നുണ്ടെങ്കിലോ ആ എഫിഷ്യൻസി വരുന്നത് 80% മുതൽ 86% വരെ മാത്രമേ ഉള്ളൂ. മിഗ് വെൽഡിങ്ങിൽ 93 മുതൽ, മിഗ് മീൻസ് നമ്മളെ സാധാരണ മിഗ് വയർ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നത്, ഉള്ളു പൊള്ളല്ലാത്ത വയർ ഉപയോഗിക്കുന്നത്, അവിടെ എഫിഷ്യൻസി 93 മുതൽ 97 വരെ ഉണ്ട്. പക്ഷെ നമ്മൾ ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ അവിടെ എഫിഷ്യൻസി 80 മുതൽ 86% വരെ ഉള്ളൂ. അപ്പം മിഗ് വെൽഡിങ്ങിനാണ് എഫിഷ്യൻസി കൂടുതൽ. ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിങ്ങിന് എഫിഷ്യൻസി എങ്ങനെയാണ്? കുറവാണ്. ഓക്കെ.